ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് ഇറ്റ്സ് മീ ശരണ്യ എന്നാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നതിൻ്റെ കാരണം എൻ്റെ വീട് എവിടെയാണെന്നും ഞങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും പിന്നെ ഞങ്ങളെ കൂടുതൽ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തന്നെ എൻ്റെ പേര് ശരണ്യ ജയദാസ് എന്നാണ് എൻ്റെ ഒഫീഷ്യൽ നെയിം. അപ്പം ഞങ്ങൾ താമസിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണല്ലോ. കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ പാറത്തോട്ടിൽ ചിറ്റടി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പം എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഹസ്ബൻഡുണ്ട്. ഹസ്ബൻഡിൻ്റെ പേര് വിഷ്ണു ബാലൻ എന്നാണ്. ആൾ സഹകരണ ബാങ്കിലെ ജീവനക്കാരനാണ്. പിന്നെ ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. 2 പെൺകുട്ടികളാണ് ഞങ്ങൾക്കുള്ളത്. മൂത്തയാൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മുണ്ടക്കയത്ത് MES പബ്ലിക് സ്കൂളിൽ 1ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആളുടെ പേര് ഋഷിമിത്ര എന്നാണ്. ഋഷിമിത്രയ്ക്ക് 7 മാസം കംപ്ലീറ്റ് ആയി, 7 മാസം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ മൂത്ത ആളെ വീട്ടിൽ വിളിക്കുന്നവർ കുഞ്ചു എന്നും രണ്ടാമത്തെ ആളെ വീട്ടിൽ വിളിക്കുന്നവർ പാച്ചു എന്നുമാണ് കേട്ടോ. അപ്പം പാച്ചു നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വെളിയിൽ ഇറങ്ങി വന്ന് വീടിൻ്റെ സൈഡിൽ വന്ന് വീഡിയോ എടുക്കുന്നത്. മൂത്ത ആൾ വീടിനുള്ളിലുണ്ട്, അവിടെ ഇരുന്ന് കളിക്കുന്നു. പിന്നെ പറയാമെന്ന് വെച്ചാൽ ഞങ്ങളൊരു ജോയിൻറ്റ് ഫാമിലിയാണ്. അതായത് ഹസ്ബൻഡിൻ്റെ അച്ഛൻ, അമ്മ, 2 അനിയന്മാർ, പിന്നെ ഞങ്ങൾ ഇത്രയും പേരടങ്ങുന്നൊരു വീടാണ്. ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടില്ല. അപ്പം ഞങ്ങളെല്ലാവരും ഈ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ പറയാൻ എന്താണെന്ന് വെച്ചാൽ നല്ല വിശേഷങ്ങളാണ്. ഇവിടെ ഇത്രയും നാളും മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മഴയ്ക്കൊക്കെ ഒരു മാറ്റം വന്നു. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. പിന്നെ എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താൽക്കാലികമായിട്ടൊരു ജോലി ചെയ്യുന്നുണ്ട്. പട്ടികജാതി വികസന വകുപ്പിൽ താൽക്കാലിക ജീവനക്കാരിയാണ്. പിന്നെ നമുക്കിപ്പോൾ ഓണമൊക്കെ വരുമല്ലേ. ഇപ്പോൾ ഓണത്തിൻ്റേതായ നമുക്കിത്തവണ ഓണം ഇല്ല. നമ്മുടെ ഫാമിലിയിൽ ഒരാൾ മരിച്ചതിൻ്റെ 1 വർഷ പ്രാർത്ഥനയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഓണമൊന്നും ഈ വർഷമില്ല. അപ്പോൾ അധികം ഓണാഘോഷങ്ങളൊന്നും ഇല്ല. പിന്നെ ഞങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളെന്ന് പറയുന്നത്. പിന്നെ തുടർന്ന് ലോങ് വീഡിയോസുകളെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അത് ചെയ്യാനായിട്ടൊക്കെ മാക്സിമം ശ്രമിക്കാം. പിന്നെ എൻ്റെ കയ്യിൽ ക്ലാരിറ്റി കുറച്ച് കുറവായിട്ടുള്ളൊരു മൊബൈലാണ്. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഞാൻ കൂടുതലും ഷോർട്സാണ് ചെയ്തു വരുന്നത്. ഇനിയിപ്പോൾ ഷോർട്സ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, ലോങ് വീഡിയോസൊക്കെ തന്നെ ചെയ്യണം. അപ്പോൾ മാക്സിമം ലോങ് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പറയാനെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ 2 വർഷത്തിന് മുമ്പ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. കുറേ കഴിയുമ്പോൾ എനിക്കങ്ങ് മൈൻഡ് അങ്ങ് മാറും. അയ്യോ, എനിക്കിതിലൂടെ സക്സസ് ആകാൻ പറ്റുമോ, ഞാൻ ചെയ്താൽ ശരിയാകുമോ, അങ്ങനെയൊക്കെ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിലൂടെ എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടാനോ അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. എൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി കുറവിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഓരോ ടെൻഷനുകളുണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ കുറേ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. പിന്നെ വീണ്ടും ഓർത്തു ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് ഇടയ്ക്കൊക്കെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്ത് നോക്ക്, നമുക്ക് എന്തെങ്കിലും ഒരു നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനും വിചാരിച്ചു എന്തായാലും നമുക്കൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്ത് പോകാം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ വീണ്ടും ഇത് റീസ്റ്റാർട്ട് തുടങ്ങിയത്, എൻ്റെ ചാനൽ. അപ്പം എന്താണെന്ന് വെച്ചാൽ പറയാൻ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. കുറേ വീഡിയോസുകൾ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് ലോങ് വീഡിയോസ് ഷോർട്സൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ പറയാൻ ഇപ്പം നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ട്. എല്ലായിടത്തും പ്രളയത്തിൻ്റെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണല്ലോ. നമുക്കിവിടെ അങ്ങനെ പ്രളയമോ കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്കൊക്കെ നമ്മുടെ ഈ അടുത്ത് തന്നെ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തവണ അങ്ങനെ വലിയതായിട്ട് ബാധിച്ചൊന്നുമില്ല കേട്ടോ. നമ്മുടെ മുണ്ടക്കയേരി അറിയാമല്ലോ എല്ലാവർക്കും. മുണ്ടക്കയം ഭാഗത്തൊക്കെ ഇത്തവണ പാലമൊക്കെ വെള്ളം മുങ്ങിയായിരുന്നു. ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല.
അപ്പം ഇങ്ങനെ പോകുന്നു. ഇനി അടുത്തത് ഓണം വരുന്നു, ഒരുപാട് പിന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ മൂത്ത മോളുടെ 7 വയസ്സാകുന്നുണ്ട്. അത് ഈ മാസം തന്നെയാണ്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസുകൾ ഞാൻ തുടർന്ന് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതൊരു ചെറിയൊരു നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ട് മാത്രമേ ഞാൻ കരുതി എടുത്തതാണ്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.